Hi everyone, BSED by CT131 Animal Diversityയുടെ യൂണിറ്റ് 1 ആനിമൽ ലൈക്ക് പ്രോട്ടോസോൺസിന്റെ പാർട്ട് 2 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂപ്പർ ഗ്രൂപ്പ് എക്സ്കവേറ്റ് ആണ് ഫുള്ള് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അപ്പൊ ഇനി അടുത്ത സൂപ്പർ ഗ്രൂപ്പിലേക്ക് നമുക്ക് കിടക്കാം. സൂപ്പർ ഗ്രൂപ്പ് SAR, സാർ ക്ലെയ്ഡ് എന്ന് പറയും. അപ്പൊ സാർ ക്ലെയ്ഡ് ഒരു റീസെന്റ് ആണ് പ്രപ്പോസ് ചെയ്തത്, 2012 പ്രപ്പോസ് ചെയ്തത്. ആൻഡ് ഇത് പ്രപ്പോസ് ചെയ്തത് ഹോൾ ജീനോം DNA സീക്വൻസ് അനലൈസിസിന്റെ ബേസിലാണ് സാർ ക്ലെയ്ഡിനെ പ്രപ്പോസ് ചെയ്തത്. സാർ ക്ലെയ്ഡില് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പ്രോട്ടിസ്റ്റിനെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. And the SAR stands for Straminopiles, alveolata and Rhizaria. അതാണ് SAR എന്ന് പറയുന്നത്, സാർ ക്ലെയ്ഡ്. നമുക്ക് ഇതിൽ ഓരോരുത്തരിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് സ്ട്രാമിനോപൈൽസിലേക്ക് കിടക്കാം. സ്ട്രാമിനോപൈലയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് ട്യൂബുലാർ ആയിട്ടുള്ള മൈറ്റോകോൺഡ്രിയൽ ക്രിസ്റ്റയാണ്. നമുക്കറിയാം മൈറ്റോകോൺട്രിയയുടെ പാർട്സ് ക്രിസ്റ്റേ, മാട്രിക്സ്. അപ്പൊ ക്രിസ്റ്റേ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെമ്പറൈനിലുള്ള ഫോൾഡിങ്സ് ആണ്, അല്ലെ? അപ്പൊ ഫോൾഡിങ്സ്, അപ്പൊ ക്രിസ്റ്റേ, ഇവരിലെ ട്യൂബുലാർ ആയിട്ടുള്ള മൈറ്റോകോൺട്രിയൽ ക്രിസ്റ്റയാണ് സ്ട്രാമിനോപൈൽസിനുള്ളത്. ഇവരെ ഫ്ലജല്ലേറ്റഡ് ആവാം, ചിലപ്പോൾ ഫ്ലജല്ല ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവാം. ഇനി ഫ്ലജല്ല ഉള്ള ആൾക്കാരുടെ കേസിലാണെങ്കിൽ അവർക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫ്ലജല്ല ഉണ്ട്. ദേ ഹാവ് 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലജല്ല ആൻഡ് ദ വൺ ഈസ് ലോങ് ആൻഡ് ഹെയറി. ഒരെണ്ണം ലോങ് ആണ്, ഹെയറി ആണ്. ആൻഡ് ദി അതർ ഈസ് ഷോർട്ട് ആൻഡ് സ്മൂത്ത്. അവർക്ക് രണ്ട് ഫ്ലജല്ലയുടെ പ്രസൻസ് ഉണ്ട്. ഒരെണ്ണം ലോങ് ആൻഡ് ഹെയറി ആണെങ്കിൽ ഒരെണ്ണം ഷോർട്ട് ആൻഡ് സ്മൂത്ത് ആണ്. ഈ രണ്ട് ഫ്ലജല്ലയും ഇവരുടെ ആന്റീരിയർ എൻഡിലാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്ട്രാമിനോപൈൽസിനെ പറഞ്ഞു അവർക്ക് ട്യൂബുലർ ആയിട്ടുള്ള മൈറ്റോകോൺട്രിയൽ ക്രിസ്റ്റയാണുള്ളത്. അവർക്ക് ഫ്ലജല ഉണ്ടാവാം, ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. ഇനിയുള്ള ആൾക്കാരിലെ 2 ടൈപ്സ് ഓഫ് ഫ്ലജല്ല, 2 ഡിഫറെന്റ് ഫ്ലജല്ലയാണ് അവർക്കുള്ളത്. ഒന്ന് ലോങ് ആൻഡ് ഹെയറി ഫ്ലജല്ല, മറ്റത് ഷോർട്ട് ആൻഡ് സ്മൂത്ത് ഫ്ലജല്ല. ഇത് രണ്ടും അവരുടെ ആന്റീരിയർ എൻഡിലാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ക്ലെയ്ഡിൽ ഇൻക്ലൂഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ബ്രൗൺ ആൽഗെ, യെല്ലോ ആൽഗെ, ഡയാറ്റംസ്, ഇവരൊക്കെയാണ് സ്ട്രാമിനോപൈൽസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബ്രൗൺ ആൽഗെ, യെല്ലോ ആൽഗെ ആൻഡ് ഡയാറ്റംസ്. ഇവരെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, അതേപോലെ തന്നെ കമൻസാലിസം കാണിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരും ആൻഡ് കമൻസാലിസം കാണിക്കുന്ന. കമൻസാലിസം എന്താന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ്? ഒരു ഹോസ്റ്റിനെ ആശ്രയിക്കുന്നു. ഹോസ്റ്റിന് പ്രത്യേകിച്ച് പോസിറ്റീവോ നെഗറ്റീവോ എഫക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല, പക്ഷെ ആശ്രയിക്കുന്ന ആൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടുന്നു. അതാണ് കമൻസാലിസം എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാമിനോപൈൽസിലുള്ള മിക്ക ആൾക്കാരും ഫോട്ടോസിന്തറ്റിക് ആണ്, അതേപോലെ തന്നെ ചില ആൾക്കാര് കമൻസൽസ് ആണ്. ഇനി നേരത്തെ അമീബാസിന്റെ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന ഹീലിസോൺസ് എന്ന് പറയുന്ന ആൾക്കാരെ, ഇവരുടെ എക്സാമ്പിൾ ആക്ടിനോഫ്രസ്, ആക്ടിനോസ്ഫീരിയം ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഹീലിസോൺസിനെ നേരത്തെ അമീബാസിന്റെ കൂടെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. പിന്നീട് മോളിക്കുലാർ ഫൈലോജനീസിന്റെ അടിസ്ഥാനത്തിൽ അവരെയും കൂടി സ്ട്രാമിനോപൈൽസിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടായത്. അപ്പൊ നേരത്തെ അമീബാസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആക്ടിനോഫ്രസ്, ആക്ടിനോസ്ഫീരിയം തുടങ്ങിയ ആൾക്കാരെ ഇപ്പോ സ്ട്രാമിനോപൈൽസിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ബേസ്ഡ് ഓൺ മോളിക്കുലാർ ഫൈലോജനീസ്. ഇപ്പോൾ സാർ ക്ലെയ്ഡിലെ ആദ്യത്തെ സ്ട്രാമിനോപൈൽസ് കഴിഞ്ഞു. അതിന്റെ അടുത്തത് ആൽവിയോളേറ്റയാണ്. നമുക്കറിയാം ലങ്സിലെ ആൽവിയോളൈ എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ, അല്ലെ? അപ്പൊ ആൽവിയോളേറ്റയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ പ്ലാസ്മ മെംബ്രെയിന്റെ അടിയിലായിട്ട്, ബിലോ ദ പ്ലാസ്മ മെംബ്രെയിൻ, ദേ ഹാവ് മെംബ്രെയിൻ എൻക്ലോസ്ഡ് സാക്സ്. ആ മെംബ്രെയിൻ എൻക്ലോസ്ഡ് ആയിട്ടുള്ള സാക്സിനെയാണ് ആൽവിയോളൈ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആൽവിയോളേറ്റ എന്ന പേര് വന്നത്. അവരുടെ പ്ലാസ്മ മെംബ്രെയിന്റെ അടിയിലായിട്ട് അവർക്ക് മെംബ്രെയിൻ എൻക്ലോസ്ഡ് ആയിട്ടുള്ള സാക്സ് ഉണ്ട്, അല്ലെങ്കിൽ ആൽവിയോളൈ ഉണ്ട്. അതുകൊണ്ടാണ് ആൽവിയോളേറ്റ എന്ന പേര് വന്നത്. ഇനി അവരിൽ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ആൽവിയോളേറ്റയെ വീണ്ടും ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് സീലിയോഫോറ. സീലിയോഫോറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സീലിയ. അവരുടെ സെൽസ് ഫുള്ള് സീലിയ കൊണ്ട് കവേർഡ് ആണ്. അവരുടെ സെൽസ് ഫുൾ എന്താണ്? സീലിയ കൊണ്ട് കവേർഡ് ആണ്. ആൻഡ് സീലിയോഫോറയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഇൻഫ്രാസീലിയേച്ചർ ഉണ്ട്. അതായത് അവരുടെ പെല്ലിക്കിൾ, അവരുടെ സെൽ മെമ്പറിൻ ഒരു പെല്ലിക്കിളായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ആ പെല്ലിക്കിളിന്റെ തൊട്ട് താഴെയായിട്ട്, ജസ്റ്റ് ബിനീത്ത് ആയിട്ട് ഒരു ഇൻഫ്രാസീലിയേച്ചർ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഇൻഫ്രാസീലിയേച്ചർ എന്ന് പറഞ്ഞാല് ഒരു സിസ്റ്റം ഓഫ് ഫൈബേഴ്സ് ആണ്. ഒരു സിസ്റ്റം ഓഫ് ഫൈബേഴ്സ് അലോങ് വിത്ത് കൈനറ്റോസോംസ്. അതായത് കൈനറ്റോസോംസ് എന്താ നമുക്കറിയാം, ബേസൽ ബോഡി, ഫ്ലജല്ലയുടെ ബേസൽ ബോഡിയാണ് കൈനറ്റോസോംസ് എന്ന് പറയുന്നത്. ഈ കൈനറ്റോസോംസും ഒരു സിസ്റ്റം ഓഫ് ഫൈബേഴ്സും കൂടി ചേർന്നിട്ട്
ഒരു ഇൻഫ്രാസീലിയേച്ചർ ഫോം ചെയ്തിട്ടുണ്ട്. അത് കാണപ്പെടുന്നത് ഇവരുടെ പെല്ലിക്കിളിന്റെ ജസ്റ്റ് ബിനീത്ത് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ സീലിയോഫോറയില് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ സെല്ല് ഫുള്ള് സീലിയ കൊണ്ട് കവേർഡ് ആണ്. അവർക്കൊരു ഇൻഫ്രാസീലിയേച്ചർ ഉണ്ട്. ഈ ഇൻഫ്രാസീലിയേച്ചർ ഫോം ചെയ്തിരിക്കുന്നത് ഒരു സ്ട്രക്ചർ ഓഫ് എന്തുകൊണ്ടാണ്, ഒരു ബണ്ടിൽ ഓഫ് ഫൈബേഴ്സ് വിത്ത് കൈനറ്റോസോംസ്. കൈനറ്റോസോംസ് എന്ന് പറഞ്ഞാൽ ഫ്ലജല്ലയുടെ ബേസൽ ബോഡി ചേർന്ന് ഒരു ഇൻഫ്രാസീലിയേച്ചർ ഫോം ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ബിനീത്ത് ദർ പെല്ലിക്കിൾ. അപ്പൊ അവര് കാണപ്പെടുന്നത് ഫ്രഷ് വാട്ടർ എൻവയോൺമെന്റ്സിലും കാണപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ മറൈൻ എൻവയോൺമെന്റിലും അവർ കാണപ്പെടുന്നുണ്ട്. അതിനൊപ്പം തന്നെ മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലും ഇവര് പ്രസന്റ് ആണ്. അതേപോലെ തന്നെ ഇവരെന്താണ്, ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പാരസിറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ സിംബയോട്ടിക് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരും സീലിയോഫോറയിലുണ്ട്. ഇനി സീലിയോഫോറയുടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് പാരമീസിയം. പാരമീസിയത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് 2 ന്യൂക്ലിയസിന്റെ പ്രസൻസ് ഉണ്ട്. ദേ ഹാവ് 2 ന്യൂക്ലിയൈ ആൻഡ് ദ വൺ ഈസ് ലാർജ് മൈക്രോ ന്യൂക്ലിയസ് ആൻഡ് അതർ വൺ ഈസ് എ ടൈനി മൈക്രോ ന്യൂക്ലിയൈ. ഒരു വലിയ മാക്രോ ന്യൂക്ലിയസും ഒരു ചെറിയ മൈക്രോ ന്യൂക്ലിയയും അവരിൽ കാണപ്പെടുന്നു. പാരമീസിയത്തിന് 2 ന്യൂക്ലിയൈ ഉണ്ട്, ഒന്ന് ലാർജ് മാക്രോ ന്യൂക്ലിയസും ഒരു സ്മോൾ മൈക്രോ ന്യൂക്ലിയൈ. ഈ മാക്രോ ന്യൂക്ലിയസിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ഫംഗ്ഷൻസിനെയും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാക്രോ ന്യൂക്ലിയസിന്റെ. പക്ഷെ മൈക്രോ ന്യൂക്ലിയസ് യൂസ് ചെയ്യുന്നത് റീപ്രൊഡക്ഷന് വേണ്ടി മാത്രമാണ് മൈക്രോ ന്യൂക്ലിയസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ മൈക്രോ ന്യൂക്ലിയസ് ഈസ് ഡിപ്ലോയിഡ്. മൈക്രോ ന്യൂക്ലിയസ് ഡിപ്ലോയിഡ് ആണ്, റീപ്രൊഡക്ഷന് വേണ്ടി മാത്രമാണ് മൈക്രോ ന്യൂക്ലിയസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാരമീസിയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ ഹാവ് എ ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചർ എന്താണ്, അവർക്ക് 2 ന്യൂക്ലിയസ് ഉണ്ട്, ഒരു ലാർജ് മാക്രോ ന്യൂക്ലിയസ് ആൻഡ് എ ടൈനി മൈക്രോ ന്യൂക്ലിയൈ. ആൻഡ് ദ ലാർജ് മാക്രോ ന്യൂക്ലിയസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫംഗ്ഷനിങ് ഓഫ് ദ ഓർഗാനിസം ആൻഡ് ദ സ്മോൾ മൈക്രോ ന്യൂക്ലിയസ് ഈസ് ഓൺലി റെസ്പോൺസിബിൾ ഫോർ റീപ്രൊഡക്ഷൻ ആൻഡ് ദ മൈക്രോ ന്യൂക്ലിയസ് ഈസ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോ ന്യൂക്ലിയസ് ആണ് ഇവർക്കുള്ളത്. ഇവരിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് കാണിക്കുന്നത്. അതിന്റെ പേര് കോഞ്ചുഗേഷൻ എന്നാണ്. കോഞ്ചുഗേഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സിൽ പഠിക്കും. പക്ഷെ കോഞ്ചുഗേഷനെ കുറിച്ച് ഒരു ചെറിയ ഓവർവ്യൂ തരാം. എന്ന് പറഞ്ഞാൽ ഒരു 2 ഇൻഡിവിജ്വൽസ് അടുത്തു വരുന്നു, അവർ തമ്മിൽ എന്തുണ്ടാവുന്നു, ഒരു സൈറ്റോപ്ലാസ്മിക് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നു. ആൻഡ് ആ ബ്രിഡ്ജ് വഴി അവരുടെ ജനറ്റിക് മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യുക ചെയ്യുന്നത്. ഇതിനാണ് കോഞ്ചുഗേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ. അപ്പൊ പാരമീസിയത്തിന്റെ പിക്ചർ ആണ് നമ്മളിപ്പോ കാണുന്നത്. കാണാം, ലെഫ്റ്റ് സൈഡിൽ നോക്കൂ, മൈക്രോ ന്യൂക്ലിയസ് ഉണ്ട്, വളരെ ടൈനി ആണ്. ആൻഡ് ദ മാക്രോ ന്യൂക്ലിയസ് ഇസ് എ ലാർജ് വൺ. ഓക്കെ, ദിസ് ഇസ് പാരമീസിയം. ആൻഡ് ദ നെക്സ്റ്റ് ഗ്രൂപ്പ് ഡൈനോഫ്ലജലേറ്റ്. ഡൈനോഫ്ലജലേറ്റില് മോസ്റ്റ്ലി ആയിട്ട് ഓഷ്യൻ ഡെൽവിംഗ് ആയിട്ടുള്ള പ്ലാങ്ടൺസ് ആണ് ഡൈനോഫ്ലജലേറ്റ്സ് വരുന്നത്. എന്നാലും ചില ആൾക്കാർ ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലാങ്ടൺസ് ആണ്. അവർ മോസ്റ്റ്ലി ഓഷ്യൻ ഡെൽവിംഗ് ആണ്, പക്ഷെ ഫ്രഷ് വാട്ടറിലും കാണപ്പെടുന്നുണ്ട്. ഇനി അവരുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അവരുടെ സെൽസ് നെയ്ക്കഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സെൽസ് ടിപ്പിക്കലി റെയിൻഫോഴ്സ്ഡ് ബൈ സെല്ലുലോസ് പ്ലേറ്റ്സ് കൊണ്ട് കവർ ചെയ്ത ബോഡിയുള്ള ഡൈനോഫ്ലജലേറ്റ്സും ഉണ്ട്, അതേപോലെ തന്നെ നെയ്ക്കഡ് ആയിട്ടുള്ള സെൽസ് ഉള്ള ഡൈനോഫ്ലജലേറ്റ്സും ഉണ്ട്. ഇവരിലും ഇവരുടെ അറേഞ്ച്മെന്റ്, ഇവരുടെ ഫ്ലജല്ലയുടെ അറേഞ്ച്മെന്റ് വെച്ചിട്ട് ഇവരെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. അതായത് ഇവർക്ക് 2 ഫ്ലജല്ല ഉണ്ട്, അതിൽ ഒരെണ്ണം സെല്ലിന്റെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുമെങ്കിൽ ഒരെണ്ണം ഇവരുടെ ബോഡിയുടെ സൈഡിലുള്ള ഒരു ഗ്രൂവില് ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവരുടെ ഫ്ലജല്ലയുടെ അറേഞ്ച്മെന്റ് വെച്ചിട്ട് ഇവരെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം. ഇവർക്ക് 2 ഫ്ലജല്ലയുടെ പ്രസൻസ് ഉണ്ട്, അതിലൊന്ന് സെല്ലിന് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുമെങ്കിൽ ഒരെണ്ണം ഇവരുടെ ബോഡിയുടെ സൈഡിലുള്ള ഒരു ഗ്രൂവില് ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡൈനോഫ്ലജലേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാങ്ടൺസ് ആണ്. അവർ ഓഷ്യൻ ഡ്വെല്ലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ഡ്വെല്ലിംഗ് ആയിരിക്കാം. അവരുടെ സെല്ലിന്റെ പുറത്ത് ഒരു സെല്ലുലോസ് പ്ലേറ്റ് കൊണ്ടുള്ള ഒരു കവറിംഗ് ഉണ്ട്. പിന്നെ അവരിൽ 2 ഫ്ലജല്ലയുണ്ട്, അതിലൊന്ന് അവരുടെ സെല്ലിന് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരെണ്ണം ബോഡിയുടെ സൈഡിലുള്ള ഗ്രൂവില് ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ 2 ഫ്ലജല്ലയും പെർപെൻഡിക്കുലർ ആയിട്ടാണ് കാണപ്പെടുന്നത്, ഒന്നിനൊന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ആക്ഷൻ കൊണ്ട് സെല്ല് റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്, ഇവർക്ക് 2 ഫ്ലജല്ലയുണ്ട്, ഒരെണ്ണം പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നു, ഒരെണ്ണം അവരുടെ ഗ്രൂവിൽ തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഇവര് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആക്ഷൻ കൊണ്ട് സെല്ലിന് റൊട്ടേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് ഡൈനോഫ്ലജലേറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് കുറച്ചും കൂടെ ഉണ്ട്, സോറി. അപ്പം
ഇവര് പ്യുവർലി ഹെറ്ററോട്രോപിക് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ആൻഡ് ബോത്ത് ഫോട്ടോസിന്തറ്റിക് ആൻഡ് ഹെറ്ററോട്രോപിക്. ചില ആൾക്കാർ മിക്സോട്രോപിക് ആണ്. അവരുടെ എൻവയോൺമെന്റ് അനുസരിച്ച്, അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർ ഹെറ്ററോട്രോപിക്സ് ആയിട്ടും അവർ ഫോട്ടോസിന്തറ്റിക് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവരിലുള്ള മെനി സ്പീഷീസ് എന്താണ്, ഇക്കോളജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞു അവർ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരിലുള്ള കുറെ ആൾക്കാർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്, വളരെ ഇക്കോളജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇനി ഇവര് ചില സിറ്റുവേഷനിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ നടത്തും. പീരീഡ്സ് ഓഫ് എക്സ്പ്ലോസീവ് റീപ്രൊഡക്ഷൻ, കണ്ടിന്യൂസ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് കാണിക്കാറുണ്ട്. അങ്ങനെ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് റെഡ് ബ്ലൂം. ഓഷന്റെ സർഫസ് ഒരു റെഡിഷ് കളറായിട്ട് മാറും, റെഡിഷ് പിങ്കിഷ് കളറായിട്ട് മാറും. ഇതിനാണ് റെഡ് ബ്ലൂം എന്ന് പറയുന്നത്. ഇതിന് കാരണം ഇവരുടെ പീരീഡ്സ് ഓഫ് എക്സ്പ്ലോസീവ് റീപ്രൊഡക്ഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ കൊണ്ടാണ് റെഡ് ബ്ലൂം ഉണ്ടാകുന്നത്. ഈ റെഡ് ബ്ലൂം എന്ന് പറയുന്നത് ഓഷൻ ഡ്വെല്ലിംഗ് ആയിട്ടുള്ള ഇൻവെർട്ടിബ്രേറ്റ്സിനും അതേപോലെ തന്നെ ഫിഷസിനും ഒക്കെ ടോക്സിക് ആയിട്ടുള്ളതാണ് ഈ റെഡ് ബ്ലൂം എന്ന് പറയുന്നത്. അപ്പോൾ ഡൈനോഫ്ലാജെല്ലേറ്റ്സിനെ പറഞ്ഞു, അവർ പ്ലാന്റൻസ് ആണ്. ഓഷൻ ഡ്വെല്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഫ്രഷ് വാട്ടർ ഡ്വെല്ലിംഗ് ആണ്. അവരുടെ സെൽസ് എന്താണ്, റെയിൻഫോഴ്സ്ഡ് ബൈ സെല്ലുലോസ് പ്ലേറ്റ്സ്. അതേപോലെ തന്നെ അവർക്ക് രണ്ട് ഫ്ലജെല്ലം ഉണ്ട്, പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന രണ്ട് ഫ്ലജെല്ലം. ഒന്ന് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നു, ഒരെണ്ണം ഗ്രൂവിൽ തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. അവർ ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ആൻഡ് ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മിക്സോട്രോഫിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവര് ഇക്കോളജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവരുടെ ഗ്രൂപ്പില്. അതേപോലെ തന്നെ ഒരു പീരീഡ്സ് ഓഫ് എക്സ്പ്ലോസീവ് റീപ്രൊഡക്ഷൻ റെഡ് ബ്ലൂമിന് കാരണമാവും. ഈ റെഡ് ബ്ലൂം ഫിനോമിന ഇൻവെർട്ടിബ്രേറ്റ്സിനും ഫിഷസിനും വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരിലെ രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്, നോക്ടിലൂക്ക ആൻഡ് സെറാറ്റിയം. നോക്ടിലൂക്കയുടെ പിക്ചർ ലെഫ്റ്റ് സൈഡിലും ആൻഡ് സെറാറ്റിയം ഈസ് ഓൺ ദ റൈറ്റ് സൈഡ്. തേർഡ് ഗ്രൂപ്പ് ഈസ് എപ്പികോംപ്ലക്സ. എപ്പികോംപ്ലക്സയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇവരുള്ള എല്ലാ സ്പീഷീസും പാരസിറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എപ്പികോംപ്ലക്സൻസ് എല്ലാവരും എന്താണ്, പാരസിറ്റിക് ആണ്. അവരുടെ ഇൻഫെക്ഷൻ സ്റ്റേജിനെ സ്പോറോസോയിറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എപ്പികോംപ്ലക്സൻസ് എല്ലാവരും എന്താണ്, പാരസിറ്റിക് ആണ്. അവരുടെ ഇൻഫെക്ഷൻ സ്റ്റേജിനെ പറയുന്ന പേരാണ് സ്പോറോസോയിറ്റ്. ഇനി എപ്പികോംപ്ലക്സ എന്ന് പറയുന്ന പേര് വരാൻ കാരണം ഇവർക്കൊരു എപ്പിക്കൽ കോംപ്ലക്സിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. ഈ എപ്പിക്കൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ എപ്പിക്കൽ സൈഡിൽ ഒരു കോംപ്ലക്സ് ഉണ്ട്, അതിൽ ചില സ്പെഷ്യൽ അപ്പാരറ്റസും അതേപോലെ തന്നെ സെക്രീറ്ററി സബ്സ്റ്റൻസസ് ഒക്കെ ഉണ്ട്, ചില സെക്രീഷൻസ് ഒക്കെ ഉണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവര് പാരസൈറ്റ്സ് ആയതുകൊണ്ട് ഇവരുടെ ഹോസ്റ്റിന്റെ സെൽ മെംബ്രെയിനെ പെനട്രേറ്റ് ചെയ്ത് ഹോസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയാണ് ഇവർക്ക് എപ്പിക്കൽ കോംപ്ലക്സിന്റെ പ്രസൻസ്. അതുകൊണ്ടാണ് ഇവരെ എപ്പി കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവർക്കൊരു എപ്പിക്കൽ കോംപ്ലക്സ് ഉണ്ട്. എപ്പിക്കൽ കോംപ്ലക്സ് എന്തിനാന്ന് വെച്ചാല് ഹോസ്റ്റിന്റെ സെൽ മെംബ്രെയിൻ പെനട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയാണ് ഇവർക്ക് എപ്പിക്കൽ കോംപ്ലക്സിന്റെ പ്രസൻസ്. ഇവരെല്ലാവരും പാരസിറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അവരുടെ ഇൻഫെക്ഷൻ സ്റ്റേജിനെ പറയുന്ന പേരാണ് സ്പോറോസോയിറ്റ്. ഇനി ഇവരുടെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ചില ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ ആണ്, ചില ആൾക്കാർക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ ആണ്. ചിലർക്ക് ഒരു ഹോസ്റ്റ് ആയിരിക്കാം, ചിലർക്ക് രണ്ടോ അതിലധികമോ ഹോസ്റ്റ് ഉള്ള എപ്പികോംപ്ലക്സൻസ് ഉണ്ട്. ഇനി ഇവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു മോഡിഫൈഡ് പ്ലാസ്റ്റിഡ്സിന്റെ പ്രസന്റ് ഇവരുടെ ബോഡിയിൽ കാണുന്നു. ഒരു മോഡിഫൈഡ് പ്ലാസ്റ്റിഡിന്റെ ഒരു പ്രസൻസ് ഇവരുടെ ബോഡിയിൽ കാണപ്പെടുന്നുണ്ട്. അത് സജസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ ആൽഗൽ ഒറിജിനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എപ്പികോംപ്ലക്സൻസ് പാരസൈറ്റിക് ആണ്. അവരുടെ ഇൻഫെക്ഷൻ സ്റ്റേജിന്റെ പേര് സ്പോറോസോയിറ്റ് എന്നാണ്. അവർക്കൊരു എപ്പിക്കൽ കോംപ്ലക്സ് ഉണ്ട്, അവർക്കൊരു മോഡിഫൈഡ് പ്ലാസ്റ്റിഡ് ഉണ്ട്. അത് സജസ്റ്റ് ചെയ്യുന്നത് ആൽഗൽ ഒറിജിനെയാണ്. അതേപോലെ തന്നെ അവർക്ക് ഇലാബറേറ്റ് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ ഉണ്ട്, ഒന്നോ അതിലധികമോ ഹോസ്റ്റുകൾ അവരുടെ ലൈഫ് സൈക്കിളിൽ ഇൻവോൾവ് ആണ്. ഇനി എപ്പികോംപ്ലക്സിനെ വേറെ ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് ക്ലാസ് ഗ്രിഗേറിനിയ. ക്ലാസ് ഗ്രിഗേറിയനെ വരുവാണെങ്കിൽ അവർക്ക് ഒരു ഹോസ്റ്റ് മാത്രമാണ് അവരുടെ ലൈഫ് സൈക്കിളിലുള്ളത്. ഒരു സിംഗിൾ ഹോസ്റ്റിനെയാണ് അവർ ആശ്രയിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ ഗാമൺസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ദാറ്റ് പ്രൊഡ്യൂസ് ഗാമേറ്റ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഇൻഡിവിജ്വൽസിനെയാണ് ഗാമോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവരുടെ മെച്ചർ ഗാമോൺസ് വളരെ ലാർജ് ആണ്. ലാർജ് ആയിട്ടുള്ള മെച്ചർ ഗാമോൺസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവര് എക്സ്ട്രാ സെല്ലുലാർ പാരസൈറ്റ്സ് ആണ്. എക്സ്ട്രാ സെല്ലുലാർ പാരസൈറ്റ്സ് ആയതുകൊണ്ട് ഇവർ ജീവിക്കുന്നത് ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ ഗട്ട്സിലും ബോഡി ക്യാവിറ്റിയിലും ഒക്കെയാണ് ഇവർ ജീവിക്കുന്നത്. അതായത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും ബോഡി ക്യാവിറ്റിയിലും ഒക്കെയാണ് ഇവർ ജീവിക്കുന്നത്, ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ. അപ്പൊ ഗ്രിഗേറിയനെ കുറിച്ച് പറഞ്ഞത് എന്താണ്, ഇവര് ഒരു സിംഗിൾ ഹോസ്റ്റ് ആയിട്ടുള്ള ഇവർക്ക് ലൈഫ് സൈക്കിൾ ആണ് ഉള്ളത്. അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ സെല്ലുലാർ പാരസൈറ്റ് ആണ്. ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ ഗട്ടിലും ബോഡി ക്യാവിറ്റിയിലും ഒക്കെയാണ് ഇവർ കാണപ്പെടുന്നത്. പിന്നെ ഇവരുടെ ഗാമൺസ് വളരെ ലാർജ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ക്ലാസ് ഗ്രിഗേറിയനയുടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് മോണോസിസ്റ്റിസ് ആൻഡ് ഗ്രിഗേറിയനാണ്.
And the next class is class Coccidia. ക്ലാസ് കോക്സിഡിയയില് ഗാമൻസ് സ്മോൾ ആണ്. ഗ്രിഗേറീനിയയില് ഗാമൻസ് വലുതാണെങ്കിൽ ഇവരുടെ ഗാമൻസ് വളരെ സ്മോൾ ആണ്. ആൻഡ് ഗ്രിഗേറിനിയ എക്സ്ട്രാ സെല്ലുലാർ പാരസൈറ്റ്സ് ആണെങ്കിൽ ഇവർക്ക് എന്താണ് ഇൻട്രാ സെല്ലുലാർ പാരസൈറ്റ്സ് ആണ്. ഇവർക്ക് 2 ഹോസ്റ്റിനും കാണപ്പെടുന്നു. അവരിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം. ഹ്യൂമൻസിന് മലേറിയ കോസ് ചെയ്യുന്ന പാരസൈറ്റ്സ് ആണ് പ്ലാസ്മോഡിയം. അത് പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ പഠിക്കുമ്പോൾ നമ്മൾ പറയും സ്പോറോസോയിറ്റ്, അവരുടെ ഇൻഫെക്ഷ്യസ് സ്റ്റേജ് ആണ് സ്പോറോസോയിറ്റ്. ഇവര് മോസ്കിറ്റോസിലും ഹ്യൂമൻസിലും ജീവിക്കുന്നു. ഇവിടെ ലൈഫ് സൈക്കിള് ഇൻവോൾവ് ചെയ്യുന്നത് മൊസ്കിറ്റോസ്, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസും അതുപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാരുമാണ് ഇവരുടെ ലൈഫ് സൈക്കിളിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ടോക്സോപ്ലാസ്മ ഗോണ്ടായി. അവരൊരു ക്യാറ്റ്, പൂച്ചകളുടെ പാരസൈറ്റ് ആണ്. ഹ്യൂമൻസിനെയും ഇൻഫെക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള പാരസൈറ്റ് ആണ് ഒരു ടോക്സോപ്ലാസ്മ ഗോണ്ടായി എന്ന് പറയും. അതിന് പിക്ചർ ഷോ ചെയ്യുന്നത് എന്താണ്? ബ്ലഡ് സ്ലൈഡ് ആണ്. ഒരു മലേറിയ ഉള്ള ആളുടെ ഒരു ബ്ലഡ് സ്ലൈഡ് ആണ്. ഇതിൽ നമുക്ക് ആ ബ്ലൂ സർക്കിൾസിൽ എന്ത് കാണാം? പ്ലാസ്മോഡിയം ഫാൽസിപ്പാരത്തിന്റെ പ്രസൻസ് കാണാം. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് ഈസ് റൈസാരിയ. അപ്പൊ സാർക്ലേഡില് സ്ട്രാമിനോപൈൽസ് കഴിഞ്ഞു, ആൽവിയോലേറ്റ് കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ഈസ് റൈസാരിയ. റൈസാരിയയിലാണ് അമീബാസ് പ്രസന്റ് ആയിരിക്കുന്നത്. അമീബാസ് ഉള്ള ഗ്രൂപ്പാണ് റൈസാരിയ എന്ന് പറയുന്നത്. റൈസാരിയും പിന്നെ ഡിഫറെന്റ് ഫൈലംസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഫൈലമാണ് ഫൈലം സെർക്കോസോവ. സെർക്കോസോവയുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാല് അവർക്ക് ത്രെഡ് ലൈക്ക് സ്യൂഡോപോഡിയാണ് കാണുന്നത്. അവർക്ക് എങ്ങനെയാണ്? ത്രെഡ് ലൈക്ക്, ഒരു നാര് പോലെയുള്ള ഒരു ഫൈബർ ലൈക്ക് സ്യൂഡോപോഡിയാണ് ഫൈലം സെർക്കോസോവയിലുള്ളത്. ആൻഡ് ഇവർ ആ ത്രെഡ് ലൈക്ക് സ്യൂഡോപോഡി യൂസ് ചെയ്തിട്ടാണ് ഇവര് ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവര് മറൈൻ, ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, അതേപോലെ തന്നെ സോയിൽ ഇക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. മറൈൻ ഇക്കോസിസ്റ്റം ആൻഡ് ഫ്രഷ് വാട്ടർ ആൻഡ് സോയിൽ ഇക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഫൈലം സെർക്കോസോവ. അപ്പൊ ഇവര് മിക്സോട്രോപിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് അവരുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് അവർ ഹെറ്ററോട്രോഫിക് ആയിട്ടും ഓട്ടോട്രോഫിക് ആയിട്ടും ആക്ട് ചെയ്യും. ഇവരുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് പൗളിനെല്ല ക്രൊമാറ്റോഫോറയാണ്. പൗളിനെല്ല ക്രൊമാറ്റോഫോറ ഒരു ഓട്ടോട്രോഫാണ്. അതായത് അവർ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് സയനോ ബാക്ടീരിയത്തിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു യൂക്കാരിയോട്ടിക് ലീനിയേജിന് എക്സാമ്പിൾ ആണ്. അതായത് ഒരു പോളിനെല്ല ക്രൊമാറ്റോഫോറ എന്ന് പറയുന്ന ആൾക്കാർ ഓട്ടോട്രോഫ്സ് ആണ്. അവരുടെ ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് ഒരു സൈനോ ബാക്ടീരിയത്തിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ, ഇതാണ് പൗളിനെല്ല ക്രൊമാറ്റോഫോറ. നെക്സ്റ്റ് ഫൈലം ഈസ് ഫൈലം ഫോറാമിനിഫെറ. ഫോറാമിനിഫെറയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പോറസ് ആയിട്ടുള്ള ഷെല്ലുകളുണ്ട്. അവരുടെ ഔട്ടർ സൈഡിൽ ഒരു ഔട്ടർ ആയിട്ടുള്ള സർഫസിൽ എന്തുണ്ട്? പോറസ് ആയിട്ടുള്ള ഷെല്ലുകളുണ്ട്. ഈ ഷെല്ലുകളാണ് ടെസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ടെസ്റ്റ്. ഈ ടെസ്റ്റുകൾ ഹാർഡൻ ചെയ്തിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് വെച്ചിട്ടാണ്. അപ്പൊ ഫൈലം ഫോറാമിനിഫെറയ്ക്ക് പോറസ് ആയിട്ടുള്ള ഷെൽസ് ഉണ്ട്. ഷെൽസിനെ പറയുന്ന ടെസ്റ്റുകൾ എന്നാണ്. അത് ഹാർഡൻ ചെയ്തിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് വെച്ചിട്ടാണ്. ഈ ഷെല്ലുകള് ചേംബേർഡ് ആണ്. ഒന്നെങ്കിൽ മൾട്ടി ചേംബേർഡ് ആവാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ ചേംബേർഡ് ആവാം. മൾട്ടി ചേംബേർഡ് ആണെങ്കിൽ മൾട്ടി ലോക്കുലാർ എന്നും സിംഗിൾ ചേംബേർഡ് ആണെങ്കിൽ യൂണി ലോക്കുലാർ എന്നാണ് പറയുന്നത്. ഈ ചേംബേഴ്സ് തമ്മിൽ കണക്റ്റഡ് ആണ്. വളരെ ചെറിയ അപ്പർച്ചർ വെച്ചിട്ടാണ് ഈ ചേംബേഴ്സ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആയിട്ടുള്ള സിംബയോസിസ് കാണിക്കുന്ന ആൾക്കാരാണ്. ആൻഡ് സിംബയോസിസ് കാണിക്കുന്നത് ഫോട്ടോസിന്തറ്റിക് ആൽഗയുമായിട്ട് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് പുലർത്തുന്ന ആൾക്കാരാണ് ഈ ഫോറാമിനിഫെറൻസ് എന്ന് പറയുന്നത്. ഇവരെ ബോത്ത് ഫ്രഷ് വാട്ടർ എൻവയോൺമെന്റിലും മറൈൻ ഇക്കോസിസ്റ്റത്തിലും കാണപ്പെടുന്നു. ഇവരുടെ ഷെൽസിൽ കാൽസ്യം കാർബണേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ സെഡിമെന്ററി റോക്സ് ഉണ്ടാവാനായിട്ട് കാരണക്കാരാവുന്നുണ്ട്. കാൽസ്യം കാർബണേറ്റ് ഉള്ളത് കൊണ്ട് ഇവർ സെഡിമെന്ററി റോക്സ് ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ സെഡിമെന്ററി റോക്സിന്റെ ഏജ് നിർണ്ണയിക്കാൻ വേണ്ടി, സെഡിമെന്ററി റോക്സിന് എത്ര ഏജ് ഉണ്ട് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു മാർക്കർ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോറാമിനിഫെറയെ പറഞ്ഞു, എന്താ പറഞ്ഞ അവർക്കൊരു പോറസ് ആയിട്ടുള്ള ഷെല്ലുകളുണ്ട്. ഷെല്ലിന് പറയുന്ന പേര് ടെസ്റ്റ് എന്നാണ്. ഈ ടെസ്റ്റുകൾ മൾട്ടി ചേംബേർഡ് ആവാം, സിംഗിൾ ചേംബേർഡ് ആവാം. അത് കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് സെഡിമെന്ററി റോക്സ് ഉണ്ടാവാൻ കാരണക്കാരാണ്. അതേപോലെ തന്നെ സെഡിമെന്ററി റോക്സിന്റെ ഏജ് നിർണ്ണയിക്കാൻ വേണ്ടി ഇവര് മാർക്കേഴ്സ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ അവർക്ക് വരുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്ലോബിഗെർണിയ സ്പീഷീസ് ആണ്. ഗ്ലോബിഗെർണ സ്പീഷീസ്. ഇവിടെ നമുക്ക് പോളിനെല്ല ക്രൊമാറ്റോഫോറയെ കാണാം. ദേ ആർ ഗ്രീൻ കളേർഡ്. അവരിൽ എന്തുണ്ട്? ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഗ്രീൻ കളറാണ്. ആൻഡ് ദിസ് ഈസ് ഗ്ലോബിഗെർണ സ്പീഷീസ്. ദേ ഹാവ് കാൽസ്യം കാർബണേറ്റഡ് ഷെൽസ്. അപ്പോൾ ഫൈലം ഫോറാമിനിഫെറയ്ക്ക് ശേഷം ഫൈലം റേഡിയോലാറിയ.
ഫൈലം റേഡിയോലാരിയയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്റേണൽ സ്കെലിറ്റൻസ് ഉണ്ട്. ഇന്റേണൽ സ്കെലിറ്റൻസ് ജനറലി മേഡപ്പ് ഓഫ് സിലിക്കയാണ്. സിലിക്ക കൊണ്ട് മേഡപ്പ് ചെയ്തിരിക്കുന്ന ഇന്റേണൽ സ്കെലിറ്റൻസ് ആണ് റേഡിയോലാരിയയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ. അവർ മോസ്റ്റ്ലി പ്ലാങ്ക്ടോണിക് ആണ്, മറൈൻ ഡ്വെല്ലിംഗ് ആയിട്ടുള്ള ക്രീച്ചേഴ്സ് ആണ്. അതേപോലെ തന്നെ അവരുടെ സെൻട്രൽ ബോഡിയിൽ നിന്നും ഒരു സ്യൂഡോപോഡിയ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സെൻട്രൽ ബോഡിയിൽ നിന്നും സ്യൂഡോപോഡിയ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്യൂഡോപോഡിയെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആക്സിയൽ റോഡ്സ് വഴിയാണ്. അതായത് ആക്സിയൽ റോഡ്സ് വഴി സപ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്യൂഡോപോഡിയ ഇവരുടെ സെൻട്രൽ ബോഡിയിൽ നിന്നും റേഡിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇവരെ ആക്സോപോഡിയ എന്നും പറയും. ആക്സോപോഡിയ, അതായത് ഇവരുടെ ഒരു സ്യൂഡോപോഡിയ ഉണ്ട്, സെൻട്രൽ ബോഡിയിൽ നിന്നും ആക്സിയൽ റോഡ്സ് വഴി സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്യൂഡോപോഡിയാണ്. അതുകൊണ്ട് ആക്സോപോഡിയ എന്നും വിളിക്കും. ഇവരുടെ എക്സാമ്പിൾ വരുന്നത് അക്കാന്തോമെട്ര ആൻഡ് കൊളോസോം ആണ്. അടുത്ത ഗ്രൂപ്പ് ഓക്കെ. അപ്പോൾ ഏതൊക്കെ സൂപ്പർ ഗ്രൂപ്പ് കഴിഞ്ഞു? എക്സ്കവേറ്റർ കഴിഞ്ഞു, സാർക്ലൈഡ് കഴിഞ്ഞു, അതിനുശേഷം വരുന്നതാണ് യൂണിക്കോണ്ട. ആൻഡ് സൂപ്പർ ഗ്രൂപ്പ് യൂണിക്കോണ്ട. യൂണിക്കോണ്ടയില് ഫഞ്ചൈ ആയിട്ടും ആനിമൽസ് ആയിട്ടും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസ്റ്റുകളെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. യൂണിക്കോണ്ടയിലുള്ളത് ഫംഗസുകളുമായിട്ടും ആനിമലുകളുമായിട്ടും ഏറ്റവും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റുകളെയാണ് യൂണിക്കോണ്ട എന്ന് പറയുന്ന സൂപ്പർ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. യൂണിക്കോണ്ട സൂപ്പർ ഗ്രൂപ്പ് വീണ്ടും പല പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ പല പല ഗ്രൂപ്പുകളെയും വീണ്ടും ക്ലാസ്സുകളായിട്ടും ഒക്കെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് നോക്കാം അമീബോസോവ. പേര് കേട്ടാൽ തന്നെ അറിയാം, അമീബാസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പാണ് അമീബോസോവ എന്ന് പറയുന്നത്. ഇതിലുള്ള അമീബാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ലോബ് ഷേപ്ഡ് അല്ലെങ്കിൽ ട്യൂബ് ഷേപ്ഡ് ആയിട്ടുള്ള സ്യൂഡോപോഡിയാണ് കാണപ്പെടുന്നത്. ട്യൂബ് ഷേപ്ഡ് അല്ലെങ്കിൽ ലോബ് ഷേപ്ഡ് ആയിട്ടുള്ള സ്യൂഡോപോഡിയ ഉള്ള അമീബാസ് കാണപ്പെടുന്ന ഗ്രൂപ്പാണ് അമീബോസോവ. അമീബോസോവയിലെ സ്ലൈം മോൾഡ്സ്, ട്യൂബുലിനിറ്റ്സ്, അതേപോലെ എൻഡമീബാസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോകാൻ നമുക്ക്. ഫസ്റ്റ് ക്ലാസ് ഈസ് മിക്സോഗ്യാസ്ട്രിഡ. യെസ്, മിക്സോഗ്യാസ്ട്രിഡയാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ മിക്സോഗ്യാസ്ട്രിഡയായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്ലാസ്മോഡിയൽ സ്ലൈംസ് ആണ്. പ്ലാസ്മോഡിയൽ സ്ലൈം മോൾഡ്സ് ആണ് മിക്സോഗ്യാസ്ട്രിഡയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവരൊരു മാസ് ആയിട്ട് ഗ്രോ ചെയ്തിട്ട് അതിനെ പ്ലാസ്മോഡിയം എന്ന് വിളിക്കും. അതായത് മിക്സോഗ്യാസ്ട്രിഡ എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള ആൾക്കാര് പ്ലാസ്മോഡിയൽ സ്ലൈം മോൾഡ്സ് ആണ്. ഈ പ്ലാസ്മോഡിയം സ്ലൈം മോൾഡ്സ് എല്ലാവരും കൂടി ഒരു മാസ് ആയിട്ട് ഗ്രോ ചെയ്തിട്ട് പ്ലാസ്മോഡിയം എന്ന് വിളിക്കും. ഇവര് മൾട്ടി സെല്ലുലാർ അല്ല. കാണുമ്പോൾ മൾട്ടി സെല്ലുലാർ ആയിട്ട് കണ്ടാലും പക്ഷെ അവർ മൾട്ടി സെല്ലുലാർ അല്ല, അവർ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. പല പല സെല്ലുകളായിട്ടല്ല അവർ ജീവിക്കുന്നത്, പകരം ഒരു സെല്ലിന്റെ ഉള്ളിൽ തന്നെ പല ഇഷ്ടം പോലെ ന്യൂക്ലിയസ്, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ് അവര്. അവർ സ്യൂഡോപോഡിയ വെച്ചിട്ടാണ് അവർ ഫീഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി അവർ ഫ്രൂട്ടിംഗ് ബോഡീസ് ഗീവ്സ് ഔട്ട് ചെയ്യും. ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറയുന്ന സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് വഴിയാണ് അവർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ക്ലാസ് മിക്സോഗ്യാസ്ട്രിഡ. ആൻഡ് നെക്സ്റ്റ് ക്ലാസ് ഈസ് ക്ലാസ് ഡിക്റ്റിയോസ്റ്റെലിഡ. അപ്പൊ ക്ലാസ് ഡിക്റ്റിയോസ്റ്റെലിഡയിൽ കിടക്കുവാണെങ്കിൽ ഇവര് സെല്ലുലാർ സ്ലൈം മോൾഡ്സ് ആണ് ഡിക്റ്റിയോസ്റ്റെലിഡയിലുള്ളത്. ഈ സെല്ലുലാർ സ്ലൈം മോൾഡ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫീഡിംഗ് സ്റ്റേജിൽ അവർ ഇൻഡിവിജ്വൽസ് ആയിട്ട് കാണപ്പെട്ടാലും ഒരു ന്യൂട്രിയൻ ഡിപ്ലീഷൻ എന്നുള്ള അവസ്ഥ വരുവാണെങ്കിൽ, ന്യൂട്രിയൻസ് കിട്ടാത്ത അവസ്ഥ വരുവാണെങ്കിൽ അവർ അഗ്രഗേറ്റ് ചെയ്തിട്ട് ഒരു സ്ലഗ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് മാറും. അതായത് ഡിക്റ്റിയോസ്റ്റെലിഡ എന്ന് പറയുന്നത് സെല്ലുലാർ സ്ലൈം മോൾഡ്സ് ആണ്. അവര് ഫ്രീ ലിവിംഗ് ആണ്. അതായത് അവർക്ക് ന്യൂട്രിയൻസ് അവർക്ക് ആവശ്യത്തിന് കിട്ടുന്ന ഒരു എൻവയോൺമെന്റ് ആണ്, ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് ലീവ് ചെയ്യുന്നത്. പക്ഷെ ഇൻ കേസ് ഒരു ന്യൂട്രിയൻ ഡിപ്ലീഷൻ വരുവാണെങ്കിൽ അവർ അഗ്രഗേറ്റ് ചെയ്തിട്ട് ഒരു സ്ലഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറും. ഈ സ്ലഗ് ലൈക്ക് അഗ്രഗേറ്റഡ് സ്ട്രക്ചേഴ്സ് ഫ്രൂട്ടിംഗ് ബോഡീസ് ഫോം ചെയ്യും. ഇവിടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഫ്രൂട്ടിംഗ് ബോഡീസ് വഴി ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഡിക്റ്റിയോസ്റ്റെലിയം ഡിസ്കോയിഡം. അവരുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ് ട്യൂബുലിനിയ. ട്യൂബ് ലൈക്ക് അല്ലെങ്കിൽ ലോബ് ലൈക്ക് ആയിട്ടുള്ള സ്യൂഡോപോഡിയാണ് ട്യൂബുലിനിയയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ അവരെ ഫ്രഷ് വാട്ടർ, മറൈൻ എൻവയോൺമെന്റ്സിലും അതേപോലെ തന്നെ സോയിലും കാണുന്ന ആൾക്കാരാണ് ട്യൂബുലിനിയൻസ്. ഇനി അവർ മോസ്റ്റ്ലി ഹെട്രോട്രോപ്സ് ആണ്. അവർ ബാക്ടീരിയയും മറ്റുള്ള പ്രോട്ടിസ്റ്റുകളെയും ഫീഡ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ട്യൂബുലിനിയ എന്ന് പറഞ്ഞാൽ ലോബ് ഷേപ്ഡ് അല്ലെങ്കിൽ ട്യൂബ് ഷേപ്ഡ് സ്യൂഡോപോഡിയുള്ള ആൾക്കാരാണ്. അവർ ഫ്രഷ് വാട്ടർ, മറൈൻ ആൻഡ് സോയിൽ എൻവയോൺമെന്റിലും കാണപ്പെടുന്നുണ്ട്. അവര് ഹെട്രോട്രോഫിക് ആണ് മോസ്റ്റ്ലി. ആരെയാണ് അവർ ഫീഡ് ചെയ്യുന്നത്? ബാക്ടീരിയാസിനെയും അവരുടെ ഫെല്ലോ പ്രോട്ടിസ്റ്റുകളെയാണ് അവർ ഫീഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ അമീബ, പ്രോട്ടിയസ്. അടുത്ത ക്ലാസ് ആണ് ആർക്കമീബ. ആർക്കമീബൻസ് മോസ്റ്റ്ലി ഫ്രീ ലീവിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് ആർക്കമീബൻസ്.
അവരിലെ ജീനസ് എൻറ്റമീബ എന്ന് പറയുന്ന ജീനസ് പാരസിറ്റിക് ആണ്. എക്സാമ്പിൾ നമുക്ക് പറയാം എൻറ്റമീബ ഹിസ്റ്റോൾട്ടിക്ക. ലാസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എൻറ്റമീബ ഹിസ്റ്റോൾട്ടിക്ക. ഹ്യൂമൻസിലെ അമീബിക് ഡിസെൻട്രി കോസ് ചെയ്യുന്ന ഒരു പാരസൈറ്റ് ആണ്. അപ്പൊ അവര് മോസ്റ്റ്ലി ഫ്രീ ലീവിംഗ് ആണ്. ജീനസ് എൻറ്റമീബയിൽ വരുന്ന ആൾക്കാരെല്ലാവരും പാരസിറ്റിക് ആണ്. അവർക്ക് എന്താണ്, അവരുടെ കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ ഉണ്ട്, ഒരു ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വരുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് സിസ്റ്റുകളുണ്ട്. സിസ്റ്റുകളെല്ലാം മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. ഇപ്പൊ ക്ലാസ് ആർക്കമീബ എന്ന് പറയുന്നത് ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. ജീനസ് എൻറ്റമീബ പാരസിറ്റിക് ആണ്. എക്സാമ്പിൾ എൻറ്റമീബ ഹിസ്റ്റോൾട്ടിക്ക അമീബിക് ഡിസെൻട്രി കോസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ അവർക്ക് ലൈഫ് സൈക്കിളിൽ ഫ്ലജലേറ്റഡ് സ്റ്റേജസ് ഉണ്ട്, അതേപോലെ തന്നെ സിസ്റ്റ് ഉള്ള സ്റ്റേജസും ഉണ്ട്. ഈ സിസ്റ്റുകളിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. പിക്ചർ നോക്കാം. ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ടുള്ള അമീബയുടെ പിക്ചറിൽ നമുക്ക് ന്യൂക്ലിയസ് കാണാം. സ്യൂഡോപോഡ്, ഇതാണ് അവരുടെ സ്യൂഡോപോഡ്. ഇനി എൻറ്റമീബ ഹിസ്റ്റോൾട്ടിക്കയുടെ സിസ്റ്റുകളാണ് താഴെ കാണുന്നത്. അതിൽ രണ്ട് കാണാം, നോക്കിയാൽ കാണാം നമുക്ക് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ് അവര്. റൈറ്റ് സൈഡിൽ എൻറ്റമീബ കോളൈ. അടുത്ത ഗ്രൂപ്പാണ് ഒപ്പിസ്തോകോണ്ട. യൂണികോണ്ടയിൽ വരുന്ന അടുത്ത ഗ്രൂപ്പാണ് ഒപ്പിസ്തോകോണ്ട എന്ന് പറയുന്നത്. ഒപ്പിസ്തോകോണ്ടയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആൾക്കാര് എന്ന് പറഞ്ഞാല് പ്രോട്ടിസ്റ്റുകളിനേക്കാൾ കൂടുതൽ അവർക്ക് റിലേഷൻ വരുന്നത് ഫഞ്ചയും ആനിമൽസും ആയിട്ടാണ്. അതായത് ഒപ്പിസ്തോകോണ്ടയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കൂടെയുള്ള പ്രോട്ടിസ്റ്റുകളെക്കാൾ കൂടുതൽ അവർക്ക് റിലേഷൻ ഉള്ളവർ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ളത് ഫംഗസുകളോടും ആനിമൽസിനോടുമാണ്. അവരുടെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് ന്യൂക്ലിയാരിഡ്സ്. ന്യൂക്ലിയാരിഡ്സ് നോക്കാം. ന്യൂക്ലിയാരിഡ്സ് ഒരു ഗ്രൂപ്പ് ഓഫ് അമീബാസ് ആണ്. അമീബകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് ന്യൂക്ലിയാരിഡ്സ് എന്ന് പറയുന്നത്. അവരിലെ ഫൈലോസ്യൂഡോപോഡിയാണ്. ഫൈലോസ് എന്ന് പറഞ്ഞാൽ ഫൈബ്രസ് ആയിട്ടുള്ള ട്യൂബ് ലൈക്ക് സ്യൂഡോപോഡിയുള്ള ആൾക്കാരാണ് ന്യൂക്ലിയാരിഡ്സിൽ വരുന്നത്. അവർ മെയിൻ ആയിട്ട് ഫീഡ് ചെയ്യുന്നത് ആൽഗയും ബാക്ടീരിയാസിനെയൊക്കെയാണ് അവർ ഫീഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ന്യൂക്ലിയാരിഡ്സിന്റെ DNA അനാലിസിസ് സജസ്റ്റ് ചെയ്യുന്നത് അവര് പ്രോട്ടിസ്റ്റിനേക്കാളും കൂടുതൽ ഫംഗസുമായിട്ടാണ് അവർക്ക് ക്ലോസ്ലി റിലേഷൻ ഉള്ളതെന്നാണ് DNA അനാലിസിസ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു സജഷൻ എന്ന് പറഞ്ഞാല് ന്യൂക്ലിയാരിഡ്സും അതേപോലെ തന്നെ ഫംഗസും ഒരു സിമിലർ ആൻസിസ്റ്റേഴ്സ് എന്നായിരിക്കാം ഉണ്ടായി വന്നത്, റൈസ് ചെയ്തത് എന്നാണ് പറയുന്നത് ന്യൂക്ലിയാരിഡ്സ് DNA അനാലിസിസ് പറയുന്നത്. അടുത്ത ഗ്രൂപ്പാണ് ക്വാനോഫ്ലജല്ലേറ്റ. ക്വാനോഫ്ലജല്ലേറ്റ നമുക്ക് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് ക്വാനോഫ്ലജല്ലേറ്റ എന്ന് പറയുന്നത്. ഇവർ മറൈൻ എൻവയോൺമെന്റിലും അതേപോലെ തന്നെ ഫ്രഷ് വാട്ടർ എൻവയോൺമെന്റ്സിലും കാണപ്പെടുന്ന ആൾക്കാരാണ് ക്വാനോഫ്ലജല്ലേറ്റ. ഇവരെ ആനിമൽസിന്റെ ഒരു സിസ്റ്റർ ടാക്സോൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. ക്വാനോഫ്ലജല്ലേറ്റ ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ എൻവയോൺമെന്റ്സിൽ കാണപ്പെടുന്ന ആൾക്കാരാണ്. അവരെ ആനിമൽസിന്റെ ഒരു സിസ്റ്റർ ടാക്സോൺ ആയിട്ടാണ് ശാസ്ത്രലോകം കണക്കാക്കുന്നത്. അതേപോലെ തന്നെ ക്വാനോഫ്ലജല്ലേറ്റ്സ് ഇപ്പോ ഉള്ള സ്പോഞ്ചസിന്റെ വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ലിവിങ് റിലേറ്റീവ്സ് ആണ്. നമ്മുടെ സ്പോഞ്ചസിന്റെ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ് സ്പീഷീസ് ആണ് ക്വാനോഫ്ലജല്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ക്വാനോഫ്ലജല്ലേറ്റ്സിൽ അവർക്ക് സിംഗിൾ ഫ്ലജല്ലമാണുള്ളത്. ഈ സിംഗിൾ ഫ്ലജല്ലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ സിംഗിൾ ഫ്ലജല്ലത്തിന്റെ ബേസിൽ സറൗണ്ട് ഒരു മൈക്രോ വില്ലൈ കൊണ്ടുള്ള കോളർ കൊണ്ട് സറൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് സിംഗിൾ ഫ്ലജല്ലം ഉണ്ട്. ഈ സിംഗിൾ ഫ്ലജല്ലത്തിനെ ഒരു കോളർ ഓഫ് മൈക്രോ വില്ലൈ കൊണ്ട് സറൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ മൈക്രോ വില്ലൈ വളരെ ക്ലോസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ളത് കൊണ്ട് ഒരു ട്രാൻസ്പെറന്റ് കോളർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഈ ഫ്ലജല്ലത്തിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന കോളർ ട്രാൻസ്പെറന്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇനി ഈ ക്വാനോഫ്ലജല്ലേറ്റ്സ് സിംഗിൾ സെൽഡ് ആവാം, അല്ലെങ്കിൽ ഇവർ കൊളോണിയൽ ആയിട്ട് ഫ്രീ സ്വിമ്മിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ക്വാനോഫ്ലജല്ലേറ്റ്സ് ഇൻഡിവിജ്വൽസ് ആയിട്ടും ലിവ് ചെയ്യും, അതേപോലെ തന്നെ കോളനീസ് ആയിട്ടും ഫ്രീ സ്വിമ്മ് ചെയ്ത് ജീവിക്കും. അതേപോലെ തന്നെ ഒരു സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു സ്ലെൻഡർ സ്റ്റാക്ക് ഉപയോഗിച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടും ഇവര് കാണപ്പെടുന്നുണ്ട്. അപ്പൊ ക്വാനോഫ്ലജല്ലേറ്റ്സ് പറയുവാണെങ്കിൽ അവർ ആനിമൽസിന്റെ ഒരു സിസ്റ്റർ ടാക്സോൺ ആയിട്ടാണ് കാണുന്നത്. അവർ മറൈൻ ഫ്രഷ് വാട്ടർ എൻവയോൺമെന്റ്സിൽ രണ്ട് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ്സിലും കാണപ്പെടുന്നുണ്ട്. അവർ സ്പോഞ്ചസിന്റെ ഏറ്റവും ക്ലോസസ് ആയിട്ടുള്ള ലിവിങ് റിലേറ്റീവ്സ് ആണ്. അതേപോലെ തന്നെ അവർക്കൊരു ടൈനി സിംഗിൾ ഫ്ലജല്ലം ഉണ്ട്. ആ ഫ്ലജല്ലത്തിനെ ഒരു മൈക്രോ വില്ലയുള്ള കോളർ കൊണ്ട് സറൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ കോളർ വളരെ ക്ലോസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ളത് കൊണ്ട് ഒരു ട്രാൻസ്പെറന്റ് കോളർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്വാനോഫ്ലജല്ലേറ്റ്സ് ഇൻഡിവിജ്വൽ ആയിട്ട് ലീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ കൊളോണിയൽ ആയിട്ട് ഫ്രീ സ്വിമ്മ് ചെയ്ത് ലീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഒരു സ്ലെൻഡർ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ട് ഒരു സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് ക്വാനോഫ്ലജല്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒപ്പിസ്തോകോണ്ടയിൽ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ന്യൂക്ലിയാരിഡ്സ് ആൻഡ് ക്വാനോഫ്ലജല്ലേറ്റ്സ്. അപ്പോൾ
ന്യൂക്ലിയേരിയ സ്പീഷീസിന്റെ പിക്ചർ നമുക്ക് അവിടെ കാണാം. അതേപോലെ തന്നെ പ്രോട്ടറോസ്പോഞ്ചിയ. അപ്പൊ ഇതാണ് പറയാനുള്ളത്. നമ്മള് സൂപ്പർ ഗ്രൂപ്പ് യൂണിക്കോണ്ടയിൽ പറഞ്ഞപ്പോൾ അമീബോസോവൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഒപ്പിസ്തോകോണ്ടയെ കുറിച്ച് പറഞ്ഞു. അമീബോസോവൻസിൽ മിക്സോഗ്യാസ്ട്രിഡ ഉണ്ട്, അതേപോലെ ഡിക്റ്റിയോസ്റ്റിലിഡ ഉണ്ട്, ട്യൂബുലിനിയ ആൻഡ് ആർക്കമീബ. പിന്നെ ഒപ്പിസ്തോകോണ്ടില് ന്യൂക്ലിയാരിഡ്സും കോനോഫ്ലജലേറ്റ്സും. അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ പ്രോട്ടോസോവൻസിന്റെ ക്ലാസിഫിക്കേഷൻ, മോഡേൺ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വളരെ കുറച്ച് ഫീച്ചേഴ്സേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. ഒരു 3-4 ഫീച്ചേഴ്സ് വെച്ചേ ഓരോരുത്തർക്കും നമുക്ക് പഠിക്കാനുള്ളൂ. അതേപോലെ തന്നെ പിക്ചേഴ്സ്, സ്റ്റഡി മെറ്റീരിയലിലുള്ള അതേ പിക്ചേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്താൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷന്റെ ക്ലാസ് ഇവിടെ കഴിയാണ്. നമുക്കിനി അടുത്ത പാർട്ടില് സ്ട്രക്ചർ, ബോഡി ഫോംസ് ഒക്കെ പഠിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.